ഇസ്രായേലിൻ്റെ രാസായുധ ലാബ് ഇറാൻ തകർത്തു. കഴിഞ്ഞ ദിവസം നടന്ന അതിശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണത്തിൽ രാസായുധ ലാബ് തകർന്നതായി ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. ബയോളജിക്കൽ റിസർച്ച് സെൻ്ററാണ് തകർക്കപ്പെട്ടത് എന്ന് IDF കമാൻഡർ സ്ഥിരീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിട്ടു. അതീവ രഹസ്യമായ രീതിയിലാണ് ജെറുസലേം നഗരത്തിൻ്റെ 20 കിലോമീറ്റർ തെക്ക് വടക്കായിട്ട് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം രാസായുധവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനമായിരിക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നത് ഈ ഏരിയയിലാണ് എന്ന് ഇതിന് മുൻപ് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിരുന്നു. പക്ഷേ സ്ഥലകാര്യത്തെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. അത് വളരെ രഹസ്യമായ രീതിയിൽ ഇറാൻ അത് ചോർത്തിയെടുത്തു എന്നുള്ളതും, 2 ഉയരമുള്ള ബിൽഡിങ്ങിൻ്റെ തായ് ഭാഗത്തായിട്ട് 350 സൈനിസ്റ്റുകൾ ജോലി ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന ഏരിയ കണ്ടെത്തി ഇറാനിൽ നിന്ന് തൊടുത്തു വിട്ടിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് തകർന്നു എന്നുള്ളതാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ ഓഫീസ് നേരിട്ട് നേതൃത്വം നൽകിയിട്ടാണ് ഈ ലാബ് പ്രവർത്തിക്കുന്നത്. ഇവിടെ വലിയ രീതിയിലുള്ള മരണങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യില്ല. അതിന് പ്രത്യേകമായിരിക്കുന്ന ഒരു നിയമ സംവിധാനം തന്നെ നെസറ്റ് പാസ്സാക്കിയിട്ടുണ്ട്. രാജ്യത്ത് നടക്കുന്ന അപകടകരമായിരിക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും ഒരിക്കലും റിപ്പോർട്ടാക്കി പുറത്തു വിടുകയോ മറ്റുള്ള രാജ്യങ്ങൾക്ക് നൽകുകയോ സോഷ്യൽ മീഡിയ വഴി അത് പ്രചരിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്നതിനാൽ ഇതിൻ്റെ കാര്യത്തെക്കുറിച്ചുള്ള രഹസ്യമായിട്ട് തന്നെ നിൽക്കുകയാണ്. മേഖല തകരുന്നതും അത് പൊട്ടിത്തെറിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആ ഏരിയ മുഴുവൻ വലിയ രീതിയിൽ പുകപടലങ്ങളാൽ ജനങ്ങൾക്ക് കയറാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായി. അവിടെ പെട്ടെന്ന് തന്നെ പോലീസ് എത്തുന്നു, സൈനികരെത്തുന്നു, അത് ബ്ലോക്ക് ചെയ്യുന്നു. ജനങ്ങൾ അങ്ങോട്ട് വിട്ടിട്ടില്ല. അപകടം സംഭവിച്ച ആളുകളൊക്കെ വളരെ അടിയന്തരമായ രീതിയിൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ അപകടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇസ്രായേൽ മൗനം പാലിച്ചതാണ്. അവർ മിണ്ടാതിരുന്നു. ഏറ്റവും ഒടുവിലാണ് അത് പുറത്തു വന്നത്. ഇന്നലെ നടത്തിയത് 10 മിസൈൽ ആക്രമണമാണ്. 30 മിസൈൽ ആക്രമണം എന്ന് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. പക്ഷേ 10 എണ്ണം വളരെ കൃത്യമായ രീതിയിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന ജെറുസലേത്തിൻ്റെ മധ്യേ വീണു എന്നുള്ളതാണ് പറഞ്ഞത്. അതിലൊന്ന് വീണത് ഈ രാസായുധ ലാബ് ഫാക്ടറിയുടെ ഭാഗത്താണ്. അങ്ങനെ പൊട്ടിത്തെറിച്ചിരിക്കുന്നു. ഇപ്പോൾ പറയുന്ന കാര്യം, വലിയ രീതിയിലുള്ള ചാരസംഘം ഇറാന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇസ്രായേൽ പ്രവർത്തിക്കുന്നു. അതിൽ ഇസ്രായേൽ പൗരന്മാരും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഗവൺമെൻറ് തലത്തിലുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇതുപോലെയുള്ള ആണവായുധ അല്ലെ രാസായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ രീതിയിലുള്ള വിവരം ഇറാന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇറാന് യുദ്ധം അവസാനിക്കാൻ താല്പര്യമില്ലാത്തത്. ഇസ്രായേൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന കാര്യം, ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനഈ പറയുകയാണെങ്കിൽ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ്, അയാളാണ് പ്രസ്താവന ഇറക്കേണ്ടത് എന്നുള്ളത്. അതിന് അവരുടെ ഭാഗത്തു നിന്ന് ഖംനഈയുടെ മറുപടി ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. പക്ഷേ ഒഫീഷ്യലായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് വന്നത് തങ്ങൾക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യമില്ല, അവിടെ കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള ബ്ലോക്ക് സൃഷ്ടിക്കുകയാണ്, അങ്ങനെ സാമ്പത്തിക മാന്ദ്യം ലോകത്തുണ്ടാവാൻ പോവുകയാണ്, അതെല്ലാം തങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും, ഓരോരു ഏരിയ തിരിച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ടത്, ഹോർമുസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏറെക്കുറെ രൂപമായിട്ടുണ്ട് എന്നുള്ളതും, ഈ കടലിടുക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പാർലമെൻറ്റ് അനുമതി നൽകിയിരിക്കുന്നു എന്നതിനാൽ ഈ മേഖല അടക്കാൻ വേണ്ടി തീരുമാനിച്ച വിവരം പുറത്തു വന്നു. ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് 10 മിസൈൽ കൃത്യമായ രീതിയിൽ പ്രതിരോധം തകർന്നുകൊണ്ട് ഇസ്രായേൽ വീഴുന്നു. വലിയ രീതിയിൽ പൊട്ടിത്തെറികളും നാശങ്ങളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. മരണങ്ങൾ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യില്ല. ബാക്കിയുള്ള നാശകാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ പുറത്തു വരുന്നു. അത് ചില ഇസ്രായേലിൻ്റെ മീഡിയകൾ തന്നെ അത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്, ഇന്ന സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത്. ആഭ്യന്തരപരമായി കലുഷിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഇസ്രായേൽ പിടിപെട്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. അതിൽ പറയുന്ന കാര്യം, ബങ്കറുകളാണ് അവർക്ക് ആകെ ഉള്ള ആശ്രയം എന്ന് പറയുന്നത്. സൈറൺ മുഴങ്ങുന്ന സമയത്ത് ബങ്കറുകൾ ആശ്രയിച്ചു കൊണ്ടാണ് പരമാവധി ഇസ്രായേലിയർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഓടുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ ഈ നഗരപ്രാന്ത പ്രദേശത്തിലുള്ള പരമാവധി ബങ്കറുകൾ ഫുള്ള് എന്ന് പറയുന്ന സമയത്ത് വീടുകൾ നഷ്ടപ്പെട്ട, കുടിലുകളില്ലാത്ത, താമസിക്കാൻ വഴിയില്ലാത്ത പരമാവധി 10,000-ലധികം ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്രയും ആളുകൾക്ക് സംരക്ഷണം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം
കാര്യത്തിൽ ഇസ്രായേൽ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ്. അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരിങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർ മുഴുവൻ ആശ്രയത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്നത് ബങ്കറുകളാണ്. ബങ്കറുകളാകുന്ന സമയത്ത് അവിടെ സുരക്ഷിതമായിട്ട് അവിടെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ബങ്കറുകൾക്ക് ഒരു പരിധി വരെ 100 പേരെയും 200 പേരെയും ഒക്കെ കൊള്ളുന്ന ബങ്കറുകളുണ്ട്. കൂടി വന്നാൽ 350 പേരൊക്കെ കൊള്ളും. അങ്ങനെ ബങ്കറുകൾ പല രീതിയിലും പല രൂപത്തിലുമാണ്. പല വീട്ടിലും ബങ്കറുകളുണ്ട്, പബ്ലിക് ഏരിയയിലുമുണ്ട്. പബ്ലിക് ഏരിയയിലുള്ള ബങ്കറുകളിലെല്ലാം ആളുകൾ നിറയുന്നു എന്ന് പറയുന്നത് വീടും കൂടുതലും നഷ്ടപ്പെട്ട ആളുകൾ ഈ മേഖലയിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അപ്പോൾ സൈറൺ മുഴങ്ങുന്ന സമയത്ത് ഇവിടേക്ക് എത്തുന്ന ആളുകൾക്കൊന്നും യഥാർത്ഥത്തിൽ ബങ്കറുകളിൽ ഇരിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അങ്ങോട്ട് പ്രവേശിക്കാനോ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ ആ മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു, ഉന്തും തള്ളും അടിയും പിടിയൊക്കെ നടക്കുന്ന സ്ഥിതിയാണ്. സർക്കാരിനാണെങ്കിൽ ഇതിന് കൃത്യമായിരിക്കുന്ന പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇങ്ങനെ വരുന്ന സമയത്തുള്ള വിഷയം എന്ന് പറയുന്നത് മിസൈലുകൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് വലിയ അപകടങ്ങളും ദുരന്തങ്ങളും മരണങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനോട് പല ഘട്ടങ്ങളിലും, അതായത് ഗവൺമെൻറ് തലത്തിൽ പല ഘട്ടങ്ങളിലും ഈ വീട് നഷ്ടപ്പെട്ട ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പരിഹാരങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ ഒരു ഭാഗം പറയുന്നത് ഓവുചാൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകൾ താമസിക്കുന്നു, അല്ലെങ്കിൽ ഈ ബങ്കറുകൾ ഫുള്ളാകുന്ന സമയത്ത് ഓവുചാലിൻ്റെ അടിയിൽ അഭയം തേടുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട്. ഇതൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അവരുടെ രാജ്യത്തിൻ്റെ അകത്ത് കയറിയിട്ട് ഒരു അക്രമം നടത്തി എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം മാത്രം ചെയ്ത പ്രവൃത്തിയാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ബങ്കർ ഭീഷണി മാത്രമല്ല, അവർ ജനങ്ങൾക്ക് വീട് ഒഴിഞ്ഞു പോയിരിക്കുന്ന ആളുകൾക്ക് സംരക്ഷണം നൽകുകയും അവർക്ക് ഭക്ഷണ സംബന്ധമായിരിക്കുന്ന താമസ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിലും ഏറെക്കുറെ ഇസ്രായേൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. അതിനപ്പുറം ഇപ്പോഴും അവർ അടിയന്തരാവസ്ഥ നീക്കം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ചില ഏരിയകളിൽ ഭക്ഷണം കിട്ടാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന തരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, എല്ലാവിധ ഡിസ്ട്രിബ്യൂഷൻ സംവിധാനങ്ങളും, അതായത് ഈ യുദ്ധത്തോടനുബന്ധിച്ച് രാജ്യം അനുഭവിക്കേണ്ട കെടുതികളും വിഷയങ്ങളും പ്രശ്നങ്ങളും ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാഹചര്യങ്ങളും കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയതിന് ശേഷമാണ് ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്നത്. കാരണം തിരിച്ചടി അവർ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ വല്ല കാരണവശാലും തിരിച്ചടി ഉണ്ടായാൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സംവിധാനങ്ങളും ഇസ്രായേൽ യഥാർത്ഥത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അവർക്കത് മതിയാവുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായിരിക്കുന്ന തിരിച്ചടിക്ക് മുമ്പിൽ രാജ്യം പകച്ചു നിൽക്കുകയാണ്. സർക്കാരിനോ IDF സംവിധാനത്തിനോ മറുപടി പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇറാൻ ആക്രമിക്കാൻ വേണ്ടി പുറപ്പെടുന്ന പല വിമാനങ്ങളും തിരിച്ചെത്തുന്നില്ല, തകർന്നു പോകുന്നുണ്ട്. എന്നാൽ കൂടുതൽ വിമാനം ലക്ഷ്യത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇസ്രായേൽ പറയുന്നുണ്ട്. ഒരു പരിധി വരെ അത് ഇറാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് പോകുന്ന എല്ലാ വിമാനങ്ങളും തിരിച്ചു വരുന്നില്ല എന്നൊരു പരാതി കുറച്ച് ദിവസം മുമ്പേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് സ്ഥിരീകരിക്കപ്പെടുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് വിമാനത്തിൻ്റെ അകത്തുള്ള സൈനികരെ സംബന്ധിച്ചിടത്തോളം അവരും തിരിച്ചു വരുന്നില്ല, അവരും നഷ്ടപ്പെടുന്ന രീതിയിലാണ്. ഇപ്പം നിലവിൽ 10-ലധികം ഇറാൻ്റെ കമാൻഡർമാർ അല്ലെങ്കിൽ വിമാന പൈലറ്റുമാർ ഇറാൻ്റെ കൈവശത്തിലുണ്ട്. അവരെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യണം എന്നൊരു അഭിപ്രായം ഇപ്പോൾ തന്നെ ഉയർന്നു പൊന്തിയിരിക്കുന്നു. അവരുടെ ബന്ധുക്കളാണ് ആ കാര്യങ്ങൾ പറയുന്നത്. ഗസയിലുള്ള ഹമാസിൻ്റെ കൈവശത്തിലുള്ള ബന്ദികളുടെ അവസ്ഥ ഇറാനിലുള്ള ഇസ്രായേലി പൗരന്മാർക്ക് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ മോചിപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന നടപടി എടുക്കണം എന്ന് അവർ പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ആഭ്യന്തരപരമായും സാമ്പത്തികപരമായും സാമൂഹ്യപരമായും ഒക്കെ വലിയ പ്രതിസന്ധിയിൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇതിൽ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിലും അമേരിക്കയോട് പറയുന്നുണ്ട്. അമേരിക്കക്ക് ഒരു പരിധി വെച്ചുകൊണ്ട് മാത്രമേ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി പറ്റൂ. കാരണം അറേബ്യൻ മേഖല ഒറ്റക്കെട്ടായിക്കൊണ്ട് അമേരിക്കക്കെതിരെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം തങ്ങൾ അനുവദിക്കുകയില്ല. അതേക്കുറിച്ച് സംസാരിക്കുകയും വേണം. നിങ്ങൾ നിങ്ങൾ വേറേതോ രാജ്യത്തു നിന്ന് ആക്രമിക്കുകയാണെങ്കിൽ പോലും ഞങ്ങൾക്ക് അതിന് എതിർപ്പാണുള്ളത്. ഞങ്ങൾക്ക് നേരെ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ നിങ്ങൾ ഞങ്ങളുമായിട്ട് സഹകരിക്കണമെന്ന് അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് പറഞ്ഞു. ഇത് അമേരിക്ക വല്ല കാരണവശാലോ കേൾക്കാതെ നിന്ന് കഴിഞ്ഞുള്ള വിഷയം എന്ന് പറയുന്നത് ഈ മേഖലയിൽ അവർ തമ്മിൽ അകന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഒരു പക്ഷേ യൂണിയൻ ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ഐക്യത്തോട് കൂടിയിട്ട് രാജ്യത്ത് നിന്ന് സൈനികരെ പിൻവലിക്കണമെന്നൊരു അഭിപ്രായം അറബ് രാജ്യങ്ങളുടെ ഭാഗത്തുണ്ടായാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ സാമ്പത്തിക രംഗം മാത്രമല്ല ഈ മേഖലയിലേക്കുള്ള പ്രവേശനം പോലും തടയപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് അത്തരം സാഹചര്യങ്ങൾ നോക്കി നിൽക്കുകയാണ് റഷ്യയും ചൈനയും ചെയ്യുന്നത്. അപ്പോൾ അവർ ഇങ്ങോട്ട് കയറിയിട്ട് ഇവിടെ ഈ മേഖല കീഴടക്കുന്ന സ്ഥിതി വരും. അത് ഈ അമേരിക്ക കൃത്യമായി മനസ്സിലായതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ ഒഴിവാക്കി ജപ്പാൻ്റെ അവരുടെ കൈവശത്തിലുള്ള എയർപോർട്ടിൽ നിന്ന് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി തയ്യാറായത്. അപ്പോൾ B-2 വിമാനം ആക്രമിക്കുകയും അവരുടെ ആണവ മേഖല ആക്രമിച്ചുമായിട്ട് ബന്ധപ്പെട്ട് ബങ്കർ ബസ്റ്റർ ബോംബ് ഇട്ട് വളരെ പൊട്ടിത്തെറിച്ചു എല്ലാ കാര്യങ്ങളും കൃത്യമാക്കി എന്നൊക്കെ ഒരു പറഞ്ഞ കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്.
അപ്പോൾ ഈ നിലവിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തണമെന്ന് രഹസ്യമായെങ്കിലും ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാഹചര്യങ്ങൾ അങ്ങനെയാണെങ്കിലും ഈ രാജ്യത്തേക്ക് വരുന്ന അക്രമത്തിന് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഈ രാജ്യത്തിലെ ജനങ്ങൾ അമേരിക്കയ്ക്ക് ഇസ്രായേലിനെതിരെ തിരിയുമെന്നൊരു പേടി അവർക്കുണ്ട്, ഗവൺമെൻറ്റിനെതിരെ പ്രത്യേകിച്ചും. കാര്യം ആഭ്യന്തരമായി ഈ ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ ജനങ്ങൾ ഇപ്പോൾ കൂട്ടത്തോടു കൂടി പറയുന്ന ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് അനാവശ്യമായ രീതിയിൽ ഇസ്രായേൽ ഉണ്ടാക്കിയൊരു യുദ്ധമാണ്. അതിൻ്റെ ഒരു പരിണത ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. മുൻപ് നമ്മൾക്ക് പറഞ്ഞു വെക്കായിരുന്നു, ഗസയിലെ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതാണ്, അവരുടെ ഭാഗത്തുനിന്ന് തെറ്റ്, നമ്മുടെ 1000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു, അവർ വെടിവെച്ച് കൊന്നു, 250 ആളുകളെ തട്ടിക്കൊണ്ടുപോയി. ഇതെല്ലാം ലോകത്തിന് മുൻപിൽ നമുക്ക് സമർപ്പിക്കാവുന്നതും ന്യായീകരിക്കാൻ പറ്റാവുന്നതുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നടക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. അതും ഇറാൻ ആക്രമിക്കാതെ അത് നമുക്ക് ന്യായീകരിക്കാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ തിരിച്ചടി അതികഠിനവും അതിഭയങ്കരവുമായ രീതിയിൽ ഇസ്രായേൽ ജനങ്ങൾ അനുഭവിക്കുകയാണ്. ഞങ്ങളിത് അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഞങ്ങളും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ സർക്കാരിനെതിരെ അവിടുത്തെ ജനങ്ങൾ തിരിയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്.